റിപ്പോർട്ട് പുറത്തു വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാനുള്ള സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. റിപ്പോർട്ട് പുറത്തുവിടാൻ ഒരു ഘട്ടത്തിൽ ഈ സർക്കാർ നിർബന്ധിതമാകും എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. കാരണം പൊതുസമൂഹം അത്രയേറെ ജാഗ്രതയോടുകൂടി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണിത്. ഞാൻ നേരത്തെയും ഈ ചർച്ചകളിൽ സൂചിപ്പിച്ചിട്ടുള്ളൊരു കാര്യം വെച്ചാൽ ഇതിൽ 2-3 ഘട്ടങ്ങളുണ്ട്. 2017 നമ്മുടെ കൂട്ടത്തിൽ പ്രശസ്തയായ ഒരു നടി ആക്രമിക്കപ്പെടുന്നതോടുകൂടിയാണല്ലോ പിന്നെ കേരളത്തിലെ സിനിമാ രംഗത്തെ അനാവശ്യമായ അനഭിലഷണീയങ്ങളായിട്ടുള്ള പ്രവണതകൾ എന്തൊക്കെയാണ്, അത് ഉച്ചാടനം ചെയ്യപ്പെടേണ്ടതുണ്ട്, അത് ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന ആവശ്യവുമായിട്ട് സ്ത്രീ പ്രവർത്തകർ പലരും രംഗത്ത് വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഒരു കമ്മിറ്റിയെ നിയോഗിക്കാൻ നിർബന്ധിതമാവുകയും ചെയ്തു. അതൊരു നല്ല സ്റ്റെപ്പായിട്ടാണ് ഞാൻ കാണുന്നത്. നിശ്ചയമായും കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വ്യവസായ മേഖലയാണ്, അതൊരു കലാമേഖലയാണ്, അതിനോടൊപ്പം തന്നെ വലിയ റവന്യൂ വരുമാനം ഉണ്ടാക്കുന്നൊരു വ്യവസായ മേഖല കൂടിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ വർഷം തന്നെ ആദ്യത്തെ ഒരു 4-5 മാസം കൊണ്ട് മലയാള സിനിമ മേഖല മാത്രം സ്വരൂപിച്ചിരിക്കുന്ന ഏതാണ്ട് 1000 കോടി രൂപയുടെ വരുമാനമാണ്. 1000 കോടി രൂപയുടെ വരുമാനം 4-5 മാസം കൊണ്ട് കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രി ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അത് രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റമാണ് ആ മേഖല കാണിക്കുന്നത്. ഇപ്പം പല വ്യവസായ രംഗങ്ങളും വലിയ തളർച്ച നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് ഈ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ഇത്രയും വലിയ നേട്ടമുണ്ടാക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ വലിയ ടാക്സ് നികുതി വരുമാനം സർക്കാരിന് ലഭിക്കുന്നുമുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു വ്യവസായ മേഖലയാണ് സിനിമ. ആ സിനിമാ മേഖലയിൽ അനാവശ്യമായ പ്രവണതകൾ രൂപപ്പെട്ടു വരികയും അത് ശക്തിയാർജിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഇല്ലായ്മ ചെയ്യപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ്. അത് അവിടെ ഈ പറയുന്ന നമ്മളെപ്പോഴും ഈ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരു ജനവിഭാഗം എന്ന നിലയ്ക്ക് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. ഇതൊരു തൊഴിൽ മേഖലയാണ്. ആ തൊഴിൽ മേഖലയിൽ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ തൊഴിൽ നീതി എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്, വേതനത്തിൻ്റെ പ്രശ്നമുണ്ട്, ലിംഗസമത്വത്തിൻ്റെ പ്രശ്നമുണ്ട്, ശുചിത്വത്തിൻ്റെ പ്രശ്നമുണ്ട്, ശിശുപരിപാലനത്തിൻ്റെ പ്രശ്നമുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. ആ മേഖലയിൽ എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ആ സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ആ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കമ്മിറ്റിയാണ് ഒരു കമ്മിറ്റിയാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ അല്ല നിയോഗിച്ചിരിക്കുന്നത്. ഒരു ജുഡീഷ്യൽ കമ്മീഷനാണ് നിയോഗിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ടും ആ ജുഡീഷ്യൽ കമ്മീഷൻ നൽകുന്ന റിപ്പോർട്ടും അതിൻ്റെ മുകളിലൊരു ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടുണ്ട്, ഒരു ATR ഉണ്ട്. അതായത് ജുഡീഷ്യൽ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന കാര്യം, ആ കാര്യത്തിനകത്ത് എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു, ഈ രണ്ടും കൂടി ചേർന്നാണ് നിയമസഭയുടെ ടേബിളിൽ വെക്കേണ്ടത്. ഒരു സർക്കാർ അതിന് നിർബന്ധിതമാണ്. ഇവിടെ ജുഡീഷ്യൽ കമ്മീഷൻ ഉണ്ടാക്കുന്നതിന് പകരം ഒരു ജസ്റ്റിസിൻ്റെ കീഴിൽ ഒരു കമ്മിറ്റിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ തന്നെ ആരുടെയും സ്വകാര്യത ഹനിക്കപ്പെട്ടുകൂടാ എന്നൊരു തീരുമാനമുണ്ട്. ഇല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനാണല്ലോ അന്വേഷിക്കേണ്ടത്. ആ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷിച്ചാൽ ഈ നിയമസഭയുടെ പുറത്ത് ഇത് ടേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ വിവരങ്ങളും ഒരു പബ്ലിക് സ്പേസിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ആർക്കാ സംശയം? ഇവിടെ ഒരു കമ്മിറ്റി ഫോം ചെയ്യുമ്പോൾ തന്നെ സർക്കാർ ആരുടെയും സ്വകാര്യതയിലേക്ക് കടന്നു കയറേണ്ട എന്നൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആരുടെയും സ്വകാര്യതയ്ക്ക് ഭംഗം വരുന്ന ഒരു കാര്യവും ചെയ്യേണ്ട എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രവണതകൾ അനാവശ്യമായിട്ട് നിലകൊള്ളുന്നുണ്ടെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടൊരു സർക്കാർ എന്നുള്ളതിലേക്ക് ഒന്നാം പിണറായി സർക്കാർ എടുത്ത നിലപാട് വളരെ ശരിയാണെന്ന്. 2017 പിന്നെ ഒരു റേപ്പ് കേസ് ഉണ്ടാകുന്നു. 2017 തന്നെ ഈ കമ്മിറ്റി ഫോം ചെയ്യുന്നു. എന്താ സംഭവിച്ചത്? 2019 ഡിസംബർ 31 ഈ കമ്മിറ്റി പിന്നെ അതിൻ്റെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. ഇന്നിപ്പോൾ നമ്മളിരിക്കുന്ന 2024 ഓഗസ്റ്റിലാണ്. ഏതാണ്ട് 4.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ 4.5 വർഷമായിട്ടും ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. മറിച്ച് ഈ കമ്മിറ്റിയുടെ കണ്ടെത്തലുകളുണ്ടല്ലോ, ആ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ചില നടപടികൾ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ചെയ്യണ്ടേ? അങ്ങനെയുണ്ടല്ലോ. കാരണം വെച്ചാൽ ഇതൊരു വലിയ തൊഴിൽ മേഖലയാണ്. ആ തൊഴിൽ മേഖലയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് വലിയ കൺസേൺ ഉള്ള അല്ലെങ്കിൽ അവരുടെ സമത്വത്തെ സംബന്ധിച്ച് വളരെ വിപ്ലവകരമായ തീരുമാനം എടുത്തിട്ടുള്ള സർക്കാരാണ് ഒന്നാം പിണറായി സർക്കാർ, അല്ലേ? അതായത് ഈ പറയുന്ന ശബരിമല പ്രവേശവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി വന്നപ്പോൾ അപ്പോൾ തന്നെ അത് നടപ്പാക്കാൻ ഇറങ്ങി പുറപ്പെടുകയും അതിന് വലിയ രാഷ്ട്രീയ നഷ്ടം അനുഭവിക്കുകയൊക്കെ ചെയ്തൊരു മുന്നണിയും സർക്കാരുമാണ് ഒന്നാം പിണറായി സർക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഈ സ്ത്രീകളുടെ സമത്വത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടിലും ആ കമ്മിറ്റ്മെൻറ്റിലും യാതൊരു സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ആ നിലപാട് ഇക്കാര്യത്തിലും ആവർത്തിക്കപ്പെടണം. 4.5 വർഷമായിട്ട് പക്ഷേ ഇത് പൂഴ്ത്തിവെക്കപ്പെട്ടു എന്നുള്ളത് ഒരു വസ്തുതയാണ്, ഒരു യാഥാർത്ഥ്യമാണ്. അത് ശരിയായ ഒരു കാര്യമായിരുന്നില്ല. അതായത് ഈ സർക്കാർ എടുത്ത ഇനിഷ്യേറ്റീവ് നല്ലതായിരിക്കുമ്പോൾ തന്നെ ആ ഇനിഷ്യേറ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന റിപ്പോർട്ടിൽ ഒരു നടപടി എടുക്കാനുള്ള തീരുമാനം സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നുള്ളത് അങ്ങേയറ്റം തെറ്റായ ഒരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. പിന്നെന്താ സംഭവിച്ചത്? ഇത് പുറത്തുവിടണമെന്ന് പറഞ്ഞിട്ട് പിന്നെ മാധ്യമപ്രവർത്തകരാണ് പോകുന്നത്, അല്ലേ? അങ്ങനെ മാധ്യമപ്രവർത്തകർ പോകുമ്പോൾ വിവരാവകാശ കമ്മീഷനെ സമീപിക്കുമ്പോൾ വിവരാവകാശ കമ്മീഷൻ ചില ഉപാധികളോട് ഇത് പുറത്തുവിടാൻ പറയുന്നു. അതിന് സർക്കാർ തയ്യാറായിട്ടുണ്ട്. അത് സർക്കാർ തയ്യാറാകാതിരിക്കാൻ കഴിയില്ല. ഇൻഫർമേഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്, നോക്കൂ, ഇതിനകത്ത് സ്വകാര്യതയൊന്നും ലംഘിക്കാതെ ബാക്കിയുള്ള ഭാഗങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കണം എന്ന് പറയുന്നു. മാധ്യമങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ജനങ്ങൾക്ക് മുമ്പിൽ അത് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം വിവരാവകാശ കമ്മീഷൻ എടുക്കുന്നു, സർക്കാർ അതിന് വഴങ്ങുന്നു. അപ്പോഴാണല്ലോ ഒരു കേസുമായിട്ടൊരാൾ പിന്നെ കോടതിയെ സമീപിക്കുന്നത്. കോടതി എന്താ പറഞ്ഞത്? കോടതി അത് തള്ളിക്കളഞ്ഞിട്ട് ഒരാഴ്ച സമയത്തിന് നൽകുകയും അതിനുശേഷം ഇത്
പിന്നെ പബ്ലിഷ് ചെയ്യാമെന്ന് പറയുകയും ചെയ്യുന്നു. ഇന്നിപ്പം രഞ്ജിനിയുടെ കേസ് വന്നിരിക്കുന്നു. രഞ്ജിനി അറിയപ്പെടുന്ന ഒരു ചലച്ചിത്ര താരമാണ്. ഏറെക്കാലം മലയാള സിനിമാ രംഗത്ത് വളരെ പ്രശസ്തയായി പ്രവർത്തിച്ചിട്ടുള്ള നടിയാണ്. ഇന്ന് അവർ കോടതിയെ സമീപിക്കുമ്പോൾ കോടതി ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസത്തെ ഓർഡറിൽ എന്തെങ്കിലും സ്റ്റേ കൊടുത്തിട്ടുണ്ടോ? ഒരു സ്റ്റേയും ഇല്ല. ഒരു സ്റ്റേയില്ലെന്ന് മാത്രമല്ല, തിങ്കളാഴ്ച ഈ കേസ് കേൾക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കേസ് പരിഗണിക്കാൻ തിങ്കളാഴ്ച വെച്ചിരിക്കുന്നു എന്നതുകൊണ്ട് സർക്കാരിന് മേൽ യാതൊരു തരത്തിലുള്ള ബൈൻഡിങ്ങും ഇല്ല. അതായത് ഇത് വേണമെങ്കിൽ ഇന്ന് പുറത്തുവിടാമായിരുന്നു. കാരണം വെച്ചാൽ കോടതിയുടെ നേരത്തെ ഒരു ഉത്തരവുണ്ട്, ഒരാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻഫർമേഷൻ കമ്മീഷൻ നൽകിയിട്ടുള്ള ഉപാധികളുടെ അടിസ്ഥാനത്തിൽ ഈ വിവരങ്ങൾ പുറത്തുവിടാവുന്നതേ ഉള്ളൂ എന്ന കോടതി ഓർഡർ അതേപോലെ നിലനിൽക്കുന്നു. അതിൻ്റെ മേൽ ഒരു സ്റ്റേയും ഇല്ല. അപ്പോൾ നിസ്സാരമായിട്ട് ഇന്ന് രാവിലെ 11 മണിക്ക് നേരത്തെ പ്രഖ്യാപിച്ചത് പ്രകാരം തന്നെ സർക്കാരിന് ഇത് പുറത്തുവിടാമായിരുന്നു. തിങ്കളാഴ്ച മറ്റ് കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പക്ഷേ ഇപ്പോൾ കോടതി പോലും വളരെ മുൻകരുതലോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ കോടതിക്ക് പറയാമല്ലോ, തിങ്കളാഴ്ച ഞങ്ങൾ ഇത് പരിഗണിക്കാനിരിക്കുന്നുണ്ട്, അതുവരെ ഇത് പുറത്തുവിടരുതെന്ന് പറയാം. അപ്പോൾ നേരത്തെ ഉത്തരവിന് സ്റ്റേ ആയി, അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല. അപ്പോൾ സർക്കാരിന് ഇക്കാര്യത്തിലൊരു തടസ്സമില്ല. അപ്പോൾ സർക്കാർ എന്താ ചെയ്തിരിക്കുന്നത്? ഇനിയിപ്പോൾ എല്ലാം SPIO ആണ്, സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് ഈ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതാണ്. അങ്ങനെയില്ല. കാരണം വെച്ചാൽ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിൽ SPIO അത് അനുസരിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. SPIO എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥയുടെ തീരുമാനങ്ങൾക്കും വിവേചനാധികാരത്തിനും വിട്ടുകൊടുക്കേണ്ട ഒരു പ്രശ്നവുമല്ല ഇത്. നോക്കൂ, സാങ്കേതികമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സർക്കാരിന് റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ തടസ്സമുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരെ കേൾക്കേണ്ടതുണ്ട്, നിയമവിദഗ്ധരെ കേൾക്കേണ്ടതുണ്ട്. അതിനാണല്ലോ AG അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ അത്തരത്തിലുള്ള ഒരു സാങ്കേതികമോ നിയമപരമോ ആയ തടസ്സം ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഒരു ഉദ്യോഗസ്ഥയുടെ ഡിസ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ആ പവറിൽ അവരെടുത്തോട്ടെ തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നോട്ട് പോകുന്നത് സർക്കാർ. അത് ശരിയല്ല. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അതായത് 2019 ഡിസംബർ 31 നിങ്ങളുടെ കയ്യിൽ റിപ്പോർട്ട് കിട്ടുന്നു, 2024 വരെയും നിങ്ങളത് പൂഴ്ത്തിവെക്കുന്നു, അതിൻ്റെ മേലൊരു നടപടിയും എടുക്കുന്നില്ല. നടപടി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ആർക്കെങ്കിലും എതിരായിട്ടുള്ള കേസൊന്നും എടുക്കാൻ ഈ റിപ്പോർട്ടിൽ യാതൊരു സാധ്യതയുമില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അവിടുത്തെ സ്ത്രീ സമത്വത്തിന് വേണ്ടിയിട്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ എന്നുള്ളതിലേക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നു. അതൊന്നും തന്നെ നിങ്ങൾ ചെയ്തിട്ടില്ല. എന്നിട്ട് ഇൻഫർമേഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയുടെ ഉത്തരവ് നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പുറത്തുവിടാം. പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറഞ്ഞിട്ട് അതൊരു കേസാകുന്നു. ആ കേസ് തള്ളി കോടതി ഒരു ഉത്തരവ് പറയുന്നു. ആ ഉത്തരവ് സർക്കാരിന് അനുകൂലമായിരിക്കുന്നു. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തേക്ക് വിടാവുന്ന ഒരു ഡോക്യുമെൻ്റ് ഈ പറയുന്ന ഒരു ഉദ്യോഗസ്ഥയുടെ തീരുമാനത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് സർക്കാർ പിന്നിൽ നിൽക്കുമ്പോൾ സർക്കാരിൻ്റെ ഈ കാര്യത്തിലുള്ള പ്രതിബദ്ധത ചോദ്യം ചെയ്യപ്പെടും. അത് സ്വാഭാവികമല്ലേ. ഇന്നിപ്പോൾ രഞ്ജിനി പോയിട്ട് പറഞ്ഞിരിക്കുന്ന കേസ് എന്താണെന്നറിയാമോ? ഞാൻ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അത് തന്നെയാണോ എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് എനിക്കറിയണം. അറിഞ്ഞാൽ മാത്രമേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ബോധ്യപ്പെടണം. എന്നാൽ മാത്രമേ ഈ റിപ്പോർട്ട് പുറത്തുവിടാവൂ എന്നുള്ളതാണ്. നോക്കൂ, ഏതൊരു ബോഡിയിൽ നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു മൊഴി കൊടുത്താൽ ആ മൊഴി രേഖപ്പെടുത്തുമല്ലോ അവർ. രേഖപ്പെടുത്തിയതിന് ശേഷം നിങ്ങളെ അത് വായിച്ച് കേൾപ്പിക്കും. അങ്ങനെ വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം നിങ്ങളത് കൃത്യമായി നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ താഴെ ഇത് ഞാൻ കൊടുത്ത മൊഴിയാണ് എന്ന് എഴുതി പിന്നെ ഒപ്പിട്ട് കൊടുക്കും. ഇതാണ് അവിടെ നടന്നിട്ടുള്ള പ്രോസസ്സ്. ഈ കമ്മിറ്റിയിൽ പോയിട്ടുള്ള മറ്റെല്ലാ ആളുകൾക്കും ഈ പ്രോസസ്സിലൂടെ കടന്നുപോയെന്നാണ് കുറച്ച് മുമ്പ് ദീദി ദാമോദരൻ ഒരു ഡിസ്കഷനിൽ പറയുന്നുണ്ടായിരുന്നു, ഒരു ഡിബേറ്റിൽ പറയുന്നുണ്ടായിരുന്നു. എൻ്റെ അനുഭവം എന്ന് പറയുന്നത്, ഞാൻ അവിടെ പോയിട്ട് ഈ പറയുന്ന കമ്മിറ്റി മുമ്പാകെ കാര്യങ്ങൾ പറഞ്ഞു, അത് റെക്കോർഡ് ചെയ്തെടുത്തു, എന്നിട്ട് എഴുതി വെച്ചതിന് ശേഷം എന്നെ വായിച്ച് കേൾപ്പിച്ചു. ഞാനത് മുഴുവൻ ബോധ്യപ്പെട്ടു. ചില തിരുത്തലുകൾ ഞാൻ നിർദ്ദേശിച്ചു, ആ തിരുത്തലുകളും വരുത്തി. അതിനുശേഷം അതിന് താഴെ ഞാൻ ഒപ്പിട്ട് കൊടുത്തു. ഇതാണ് പ്രോസസ്സ്. ഇത് എവിടെയും ഇതാണ് പ്രോസസ്സ്. നിങ്ങൾ പോയിട്ടൊരു മൊഴി കൊടുത്തിട്ട് ഇനിയിപ്പോൾ പൊക്കോളൂ, പിന്നെ ഞങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല. ഇവിടെ രഞ്ജിനിയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. രഞ്ജിനിക്ക് ഏതായാലും ഇന്നലെ രാത്രിയിൽ ഒരു തോന്നലുണ്ടാവുന്നു, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണോ അവിടെ എഴുതി ചേർത്തിട്ടുണ്ടാവുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കോടതിയിലേക്ക് പോയി ഞാൻ എൻ്റെ സ്വകാര്യത സംരക്ഷിക്കാനാണ് പോയിരിക്കുന്നത്, അല്ലാതെ മറ്റെന്തെങ്കിലും തടസ്സം ഉണ്ടാക്കുന്നതിനല്ല എന്ന് രഞ്ജിനി പറയുമ്പോൾ അത് മുഖവിലേക്ക് എടുക്കാനൊക്കെ പ്രയാസമുണ്ട്. കാരണം 2017 മുതൽ 19 വരെയുള്ള പ്രോസസ്സാണ് നടന്നിരിക്കുന്നത്. അതിലൊരു സമയത്താണ് രഞ്ജിനി ഈ പറഞ്ഞ മൊഴി കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം 17 മുതലുള്ള കണക്കെടുക്കുകയാണെങ്കിൽ 7 വർഷം കഴിഞ്ഞു. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണെങ്കിൽ കണക്കെടുക്കുകയാണെങ്കിൽ 4.5 വർഷം കഴിഞ്ഞു. ഇതിനിടയിൽ ഒന്നും തോന്നാത്തൊരു ആകാംക്ഷ ഇന്നലെ രാത്രി രഞ്ജിനിക്ക് ഉണ്ടായി എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ ഡൈജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ല. എന്തായാലും രഞ്ജിനിയുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, കോടതിയിലേക്ക് പോകാം. പക്ഷേ കോടതി ഇന്ന് വളരെ കൃത്യമായി എടുത്തിരിക്കുന്നൊരു നിലപാട്, റിപ്പോർട്ട് പുറത്തേക്ക് വിടുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തടസ്സവാദം കോടതി ഉന്നയിച്ചിട്ടില്ലെന്ന് മാത്രവുമല്ല, നേരത്തെയുള്ള വിധിക്ക് ഒരു സ്റ്റേയും കൊടുത്തിട്ടില്ല. ആ വിധി അതേപോലെ തന്നെ തുടരുകയാണ്. അപ്പോൾ സ്റ്റാറ്റസ് കോ നിലനിൽക്കുന്നതിനകത്ത് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് കൃത്യമായി ഈ പറയുന്ന ഉദ്യോഗസ്ഥയോട് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ 11 മണിക്ക് ഈ റിപ്പോർട്ട് റിലീസ് ചെയ്യാവുന്നതുണ്ടായിരുന്നുള്ളൂ. ഈ റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നതിൽ നിന്ന് പിൻവാങ്ങി നിൽക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷമായി എന്ത് തരം സമ്മർദ്ദത്തിനാണ്, ആരുടെ സമ്മർദ്ദത്തിനാണ്, ഏത് വ്യക്തികളുടെ സമ്മർദ്ദത്തിനാണ് ഈ സർക്കാർ കീഴ്പ്പെട്ടിരിക്കുന്നതെന്ന് പൊതുജനങ്ങൾക്കൊരു ചോദ്യമുണ്ടാകും, ഒരു ആശങ്കയുണ്ടാകും. ആ ആശങ്ക ഓരോ ദിവസം കഴിയും തോറും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് സർക്കാരിന് നേതൃത്വം നൽകുന്ന ആളുകളും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രാജ്യത്തെ ഏറ്റവും മാതൃകാപരമായ ഒരു കാര്യമാണ് ഒന്നാം പിണറായി സർക്കാർ ചെയ്തത്. ഒരു സംസ്ഥാനത്തും
അവിടുത്തെ ഫിലിം ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റി നിയോഗിക്കപ്പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ആ അർത്ഥത്തിൽ കേരളം ഒരു മാതൃകാപരമായ സ്റ്റെപ്പാണ് വെച്ചത്. അൺഫോർച്ചുനേറ്റ്ലി ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പക്ഷേ അതിനുശേഷം നടന്നിട്ടുള്ള എല്ലാ പ്രക്രിയകളും ആരുടെയൊക്കെയോ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ പിന്നോട്ട് പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ഏറ്റവും ഒടുവിലും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ സംശയിക്കാൻ സർക്കാരിനെ ആരെങ്കിലും സംശയിച്ചാൽ അതിനകത്ത് ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് സർക്കാർ ഈ കാര്യത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൊസിഷൻ എടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് കേരളത്തിൽ ഈ വ്യവസായ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളോടാണ് എങ്കിൽ, അവരനുഭവിക്കുന്ന പീഡനങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, നിങ്ങൾ ആ ലക്ഷ്യവുമായി മുന്നോട്ട് പോവുകയും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഓരോ വനിതകളും പറഞ്ഞിട്ടുള്ള ആകാംക്ഷകൾ പൊതുജന മധ്യത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇതൊക്കെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 1, 2, 3 എന്ന നിലയ്ക്ക് ഞങ്ങൾ നടപടികൾ സ്വീകരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. ആ ആർജവം സർക്കാർ കാണിക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇക്കാര്യത്തിൽ പൊതുജന സമൂഹം വളരെ ജാഗ്രതയോടുകൂടി കാത്തിരിക്കുന്നു. അത് ആരുടെയെങ്കിലും സ്വകാര്യ രഹസ്യങ്ങൾ അറിയാനുള്ളൊരു താല്പര്യമല്ലെന്നേ. നിങ്ങൾ അതിനെ അങ്ങ് ലഘൂകരിക്കേണ്ട. അതായത് ഓരോരുത്തരുടെയും കിടപ്പുമുറികളിൽ ഒളിഞ്ഞു നോക്കാനുള്ളൊരു സാമാന്യ വ്യഗ്രതയുടെ അടിസ്ഥാനത്തിൽ ഓരോ മലയാളിയും ഈ റിപ്പോർട്ട് ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം എന്ന നിലയ്ക്കല്ല. അങ്ങനെ അത്ര അധമമായൊരു സമൂഹമല്ല കേരളത്തിലെ സമൂഹം. കേരളത്തിലെ സമൂഹം ഈ പറയുന്ന കലാകാരന്മാരെയും കലാകാരികളെയും ഒക്കെ ആദരിക്കുന്നവരാണ്, അവരെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്, അവരുടെയൊക്കെ ഫാൻസാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ ഏതെങ്കിലും നിലവാരത്തിൽ ചെളിവാരി എറിയുക എന്നൊരു ലക്ഷ്യമൊന്നും ഈ പറയുന്ന ഈ പുറത്തു നിൽക്കുന്ന പൊതുസമൂഹത്തിനില്ല. പക്ഷേ അവരുടെയൊക്കെ ഇഷ്ടപ്പെട്ട താരങ്ങൾ ഓരോ സമയത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾ പലരും പല സമയത്ത് ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അല്ലേ? പലരും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ പലരും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അവർ പലരും പുറത്താക്കപ്പെട്ടിട്ടുണ്ട്, അവരെ പലരും ഒതുക്കി നിർത്തിയിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളൊന്നും പറ്റില്ല. ഏതാനും ചില വ്യക്തികൾ ഇരുന്നിട്ട് ഇപ്പം ഞാൻ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കാണുന്ന സിനിമാ പ്രേക്ഷകനാണ്. ആ പ്രേക്ഷകനാണ് നിങ്ങളെ വലിയ താരമാക്കി നിർത്തുന്നത്, നിങ്ങളുടെ ഇൻഡസ്ട്രിയെ വലിയ ഇൻഡസ്ട്രിയാക്കി നിർത്തുന്നത്. അതുകൊണ്ട് എൻ്റെ സമൂഹത്തിൽ നിങ്ങൾക്ക് ഏതാനും ചില ആളുകൾക്ക് ചില വ്യക്തികളെ തിരഞ്ഞെടുത്ത് ഉയർത്തുകയും ചില വ്യക്തികളെ മനഃപൂർവ്വം താഴ്ത്തുകയും ഒക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും ഇല്ല. നിങ്ങൾ കലാകാരന്മാരും കലാകാരികളും എന്നതിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അനാവശ്യമായ പ്രവണതകൾ ഉണ്ടെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ടാകുന്നത് വളരെ പുരോഗമനപരമാണ്. അതുകൊണ്ട് ആ പുരോഗമനപരമായ സൊസൈറ്റിയുടെ ഈ പറയുന്ന നിലപാടിനെ ബോധ്യപ്പെട്ടുകൊണ്ട് സർക്കാർ പ്രവർത്തിക്കാൻ തയ്യാറാകുമ്പോഴാണ് ആ സർക്കാർ ഒരു പുരോഗമന സർക്കാരാകുന്നത്. ഇവിടെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ അത്തരമൊരു നിലപാട് വരുന്നില്ല. പക്ഷേ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. എനിക്കുറപ്പാണ് ഈ റിപ്പോർട്ട് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തുവിട്ടേ കഴിയൂ. കാരണം അത്ര ജാഗ്രതയോടുകൂടി ഇത് പൊതുസമൂഹം നോക്കി നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരു ദിവസം കഴിയും, ഒരാഴ്ച കഴിയുമായിരിക്കും, ഒരു മാസം കഴിയുമായിരിക്കും. പക്ഷേ ഇറ്റ് ഹാസ് ടു കം ഔട്ട്. അത് വന്നേ പറ്റുള്ളൂ. അത് വരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. Meet the editors.